ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മീൻ ഫ്രൈ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന മീനാണിത്. പാപ്ലെറ്റ് പോലൊരു മീനാണ്, പക്ഷെ പാപ്ലെറ്റ് അല്ല ആക്ച്വലി. ഇവിടെ എന്തായാലും പറയാ ഇവിടെ ഗുജറാത്തില് നാരിയലി എന്ന് പറയുന്നത്. അത് നമ്മള് കഴുകി വൃത്തിയാക്കി നന്നായി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി മീനാണ്. അത് പുരട്ടാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി, ഉപ്പ്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില, ഇഞ്ചി, നാരങ്ങ. ഇത് നാരങ്ങ നീര വേണ്ട. പിന്നെ മുളക്. ഈ മുളക് പൊടിയല്ല നമ്മൾ യൂസ് ചെയ്യണത്. മുളക് വറ്റൽമുളക് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് അരക്കുക ചെയ്യുക, പൊടിക്കുക. അത് മിക്സിയിൽ അരയ്ക്കും. അമ്മിയിൽ അരക്കാച്ച നല്ലതാണ്, പക്ഷെ ഞങ്ങളടുത്ത് അമ്മിയില്ല, കാരണം ഞങ്ങള് മിക്സിയിൽ അരക്കും. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആദ്യം ഇന്ന് സൺഡേ ആവുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ മുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുക. മുളക്, ഇഞ്ചി, കുറച്ച് കറിവേപ്പിനെല്ലാം ഇട്ടി കൊടുക്കുക. നല്ലതാണ്, ശരീരത്തിന് ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കുരുമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി. ഇവിടെ സാധാരണ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയാണ് ഉപയോഗിക്കല്. ഇത് അരച്ചിട്ട് വരാം, ബാക്കി കാര്യം പിന്നെ നോക്കാം. നന്നായി അരച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മള് മസാലയൊക്കെ എല്ലാം കൂടി അരച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിൽ ഇട്ടു. ഇങ്ങനെ വെറുതെ കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. ഇതും ചോറും കൂടി ഒരു പിടിപിടിച്ചാണ്ടല്ലോ. ഇതിലേക്ക് മുളക് പൊടി ഇട്ടു. മഞ്ഞപ്പൊടി, മുളക് പൊടിയല്ല, മഞ്ഞപ്പൊടി, ഉപ്പ്. ഇത് കണ്ടോ, പിങ്ക് കളറിലെ ഉപ്പാണ്, പിങ്ക് സാൾട്ട് ആണ്. നമ്മൾ കളർഫുൾ ഉപ്പുകളെ ഉപയോഗിക്കുന്നു. നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ ഒന്നിച്ചരച്ചൂടെ? അല്ല, പക്ഷെ അതില് എന്താ പറയുക, അത് അരച്ചിട്ട് പിന്നെ എടാ വേണോ വെച്ചാൽ അതിലേക്ക് ഇട്ടിട്ട് അരയ്ക്കുക. ഇതുകൊണ്ട് ഒന്നുകൂടി ഒന്നിച്ചരച്ച ഒന്നുകൂടി നന്നാവുന്നു. അടുത്ത പ്രാവശ്യം ഒന്നിച്ചരക്കാം. ഇതിലേക്ക് അങ്ങനെ നന്നായി തിരുമ്പി വെക്കുക. ഉള്ളിക്കാണ്ട് പോട്ടെ. ഇത് തേച്ച് പിടിച്ചിട്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അരമണിക്കൂർ, 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കും. ഇവിടെ നാട്ടിലത്തെ പോലല്ല, ഈ മീൻ അത്ര വിലയൊന്നുമില്ല. എത്ര രൂപയ്ക്ക് അത് വാങ്ങിയ? 200-ന് 8 മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ കണക്ക് എണ്ണ കണക്കാണ്. 200 രൂപയ്ക്ക് 8 മീൻ ഇതേപോലെ വലുത് കിട്ടിയിരുന്നു. കുറച്ച് വറക്കാടുക്ക, കുറച്ച് കറി വെക്കാനുണ്ട്. നമുക്ക് കറി നോക്കാം. ഇവിടെ അയില, മത്തി ഇതൊക്കെ എണ്ണത്തിലാണ് കരുതുക. 10 എണ്ണം വെച്ചിട്ട് 100 രൂപ, 200 രൂപ അങ്ങനെ. ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. അതിൽ കുരു കളയണം. കുരു പാടില്ല, വെറും നീര് മാത്രം.
ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് പരട്ടി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തുണ്ട്. നല്ല മാരിനേറ്റായി, നല്ല മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നമ്മളൊരു 1.5 മണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ടാവില്ലേ? നമുക്കിത് ഫ്രൈ ചെയ്യാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി കഴിഞ്ഞു. നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നല്ല ചൂടായി, നമുക്ക് വെക്കാം. നമുക്ക് അടുത്ത പ്രാവശ്യം വാഴന്റെ ഇലയിൽ പൊരിക്കാം അല്ലേ? വാഴന്റെ ഇല കിട്ടിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് പൊരിച്ചെടുത്ത് നോക്കാം. അങ്ങനെ നല്ല ചെറിയ ഫ്ലെയിമില് നല്ല ഫ്രൈ ആവട്ടെ കേട്ടോ. മറിച്ചിടല്ലേ? നല്ല മണം വേണ്ടിയിട്ടാണ് മസാലയുടെ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മെറിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറയാം. ഓരോ 1.5 മണിക്കൂർ. പിന്നെ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കുരുമുളകൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. എന്തായി നമുക്ക് മാറ്റി വയ്ക്കത്. നന്നായിട്ട് ആയി 2 സൈഡ് ബിരിയാണി. നമ്മുടെ മീൻ റെഡിയായി, ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മുള്ളൊക്കെ കുട്ടികൾക്കൊക്കെ നന്നായി കഴിക്കാൻ പറ്റും. മുള്ള് വളരെ പത്തല മുള്ളാണ്, ചെറിയ, അതായത് മെലിഞ്ഞ മുള്ളാണ്. നമുക്ക് കടിച്ചിട്ടാൻ പറ്റുന്ന മുള്ളാണ്. ഈ മസാല എന്താ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വേറൊരു കാര്യം ചെയ്യുക. നമ്മുടെ ചാനൽ ഉണ്ടല്ലോ, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതൊന്നും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം പിന്നെ.